ഫസ്റ്റ് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി തേർഡ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യുന്നത് പഠിക്കാം. അത് നമ്മൾ ഫസ്റ്റ് ലെയർ വൈറ്റ് ആണ് സോൾവ് ചെയ്തത്. ലാസ്റ്റായിട്ട് സോൾവ് ആകുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള യെല്ലോ ലെയറാണ്. അപ്പം യെല്ലോ കളറിൽ നമ്മൾ ടോപ്പായിട്ട് പിടിച്ചു. എന്നിട്ട് ഫ്രണ്ട് ഫേസ് ഒന്ന് റൈറ്റിലേക്ക് തിരിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് ഫേസ് ലെഫ്റ്റിലേക്ക് തിരിച്ച് പഴയതുപോലെ ആക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ നോക്കുക, ഒരു യെല്ലോ പ്ലസ് സിമ്പിൾ വന്നിട്ടുണ്ടോ എന്ന്. അതായത് സെൻറ്റർ ഉൾപ്പെടെ ഒരു യെല്ലോ പ്ലസ് സിമ്പിൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ ചെയ്ത് നമുക്ക് ഈ പ്ലസ് സിമ്പിൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതായത് കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുക. ഫ്രണ്ട് ഫേസ് റൈറ്റിലോട്ട് തിരിക്കുക, റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് ഫേസ് പഴയ പോലെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള സോൾവ് ചെയ്ത ക്യൂബ്സ് ഒന്നും തെറ്റി പോകത്തില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഇത് 2 പ്രാവശ്യം ചെയ്തുകൊണ്ടാണ് ഓൾറെഡി എനിക്ക് കിട്ടിയ ആ യെല്ലോ ക്രോസ് പോയത്. അത് ക്രോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫ്രണ്ട് ഫേസ് റൈറ്റിലോട്ട് തിരിച്ചു, റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തു, ഫ്രണ്ട് ഫേസ് ലെഫ്റ്റിലോട്ട് തിരിച്ചു. അപ്പോൾ നമുക്കൊരു ബാറ് കിട്ടി. ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ കിട്ടുന്നെങ്കിൽ അത് നമ്മുടെ നേരെ പിടിച്ചിട്ട് വേണം. ഫ്രണ്ട് ഫേസ് റൈറ്റിലോട്ട് തിരിച്ചു, റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തു, ഫ്രണ്ട് ഫേസ് നേരെയാക്കി. ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ യെല്ലോ ക്രോസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യൂബ് തിരിച്ച് നോക്കുക. ഇപ്പം ഇവിടെ സെൻറ്റർ പീസ്, അതായത് ആ മിഡിൽ പീസ് മുകളിൽ യെല്ലോയും സൈഡിൽ ബ്ലൂ ആണ്. പക്ഷേ ബ്ലൂ സെൻറ്ററിന് നേരെ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ടാണ് സോൾവ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പം റെഡിന് നേരെ ഇരിക്കുന്നത് ഗ്രീൻ സെൻറ്ററാണ്, ഇവിടെ ഗ്രീനിന് നേരെ റെഡ് സെൻറ്ററാണ്. ഇവിടെ നോക്കുമ്പോൾ ആ മിഡിൽ പീസ് ഓറഞ്ച് മാച്ചിങ് ആണ്. അതായത് ബ്ലൂ ഓറഞ്ചും മാച്ച് ആയിട്ടുണ്ട്, പക്ഷേ റെഡും ഗ്രീനും ഇൻ്റർചേഞ്ച്ഡ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഗ്രീനിലേക്ക് നേരെ തിരിച്ചു വെക്കുകയാണെങ്കിൽ ഗ്രീൻ ഇവിടെ മാച്ചായി, പക്ഷേ ഓറഞ്ച് മാച്ചായിട്ടില്ല, ബ്ലൂ മാച്ചായിട്ടില്ല, റെഡ് മാച്ചായിട്ടില്ല, ഗ്രീൻ മാത്രമേ സോൾവ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ബ്ലൂവിൽ വെച്ചിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഗ്രീൻ ഇവിടെ ഇങ്ങനെ സോൾവ് ആക്കി വെച്ചിട്ട് ഏതെങ്കിലും ഒരു പൊസിഷൻ, അതായത് ഈ ക്രോസിൻ്റെ, ഈ യെല്ലോ ക്രോസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് പൊസിഷൻ അതായത് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ടോപ്പ് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിങ്ങനെ സെറ്റ് ചെയ്താൽ ഇവിടെ ഗ്രീൻ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇത് തിരിച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഓറഞ്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയൊന്നും ശരിയാവണമെന്നില്ല. ഇവിടെ ഓറഞ്ച് മാച്ച് ചെയ്യുമ്പോൾ ബ്ലൂ ഓട്ടോമാറ്റിക്കായിട്ട് മാച്ചാവും. പക്ഷെ ഗ്രീനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയെല്ലാം തന്നെ പോയിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ചെയ്ത ക്രോസ് അവിടെ ഉണ്ടാവും, പക്ഷേ സെൻറ്ററുമായിട്ടത് മാച്ച് ആയിട്ടുണ്ടാകത്തില്ല. ഇനി അങ്ങനെ മാച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കളറ് അതിൻ്റെ സെൻറ്ററുമായിട്ട്, അതായത് ടോപ്പിലെ യെല്ലോ മിഡിൽ എഡ്ജിൻ്റെ സൈഡിലുള്ള കളറ് ഒരു സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്ത് വെച്ചിട്ട് ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സ് ചെയ്യുക. റൈറ്റ് ഫേസ് ഒന്ന് അപ്പ് ചെയ്യുക, ടോപ്പ് ഫേസ് 1 2 പ്രാവശ്യം തിരിക്കുക, ലെഫ്റ്റിലേക്ക് തിരിക്കുക ടോപ്പ് ഫേസ്. ഇതുണ്ട് ആ വൈറ്റ്, ഇവിടെ ഇരുന്ന് വൈറ്റ് ക്യൂബ് കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യം അപ്പ് ചെയ്ത റൈറ്റ് ഫേസ് ഒന്ന് ഡൗൺ ചെയ്യുക. ആദ്യം നമ്മൾ 2 പ്രാവശ്യമാണ് ഈ ടോപ്പ് ഫേസ് ലെഫ്റ്റിലേക്ക് തിരിച്ചത്, 1 പ്രാവശ്യം തിരിച്ച് റിട്ടേൺ ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ റൈറ്റ് ഫേസ് ഒന്ന് അപ്പ് ചെയ്യുക. എന്നിട്ട് ടോപ്പ് ഫേസ് ഒന്നുകൂടെ റൈറ്റിലേക്ക് തിരിച്ച് പഴയ പോലെ ആക്കുക. എന്നിട്ട് റൈറ്റ് ഫേസ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുക, എല്ലാം മാച്ചായിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ അതായത് നമ്മൾ ഇവിടുന്ന് 1 പ്രാവശ്യം, അതായത് റൈറ്റ് ഫേസ് ഒരു അപ്പ് ചെയ്തു, ടോപ്പ് ഫേസ് 2 ടേൺ തിരിച്ചു, എന്നിട്ട് വൈറ്റ് ഫേസ് ഉടനെ ഡൗൺ ചെയ്തു. പക്ഷേ
ടോപ്പ് ഫേസ് 2 പ്രാവശ്യം തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ടോപ്പ് ഫേസ് നമ്മൾ ഒരു പ്രാവശ്യം തിരിച്ച് ഇങ്ങോട്ട് തിരിക്കും, തിരിച്ച് റിട്ടേൺ ആക്കും. 2 പ്രാവശ്യം അങ്ങോട്ട് തിരിച്ചിട്ടും 2 പ്രാവശ്യം റിട്ടേണും നമ്മൾ ചെയ്യണം. പക്ഷേ അത് റൈറ്റ് ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ ചെയ്യുന്ന എല്ലാം റിട്ടേൺ ചെയ്ത ക്യൂബ്സ് എല്ലാം പഴയ പൊസിഷനിൽ, അതായത് ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ച മാറത്തില്ല, പകരം ഇനി സോൾവ് ചെയ്യാനുള്ളതിൽ കുറച്ച് ചേഞ്ചസ് വരുമെന്നേ ഉള്ളൂ. അപ്പം റൈറ്റ് ഫേസ് ഒന്ന് ടോപ്പ് ചെയ്യുക, 2 പ്രാവശ്യം ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ഫേസ് ഡൗൺ ചെയ്യുക, ടോപ്പ് ഫേസ് ഒന്ന് റൈറ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ഫേസ് അപ്പ് ചെയ്യുക, ടോപ്പ് ഫേസ് ഒന്നുകൂടെ റൈറ്റിലേക്ക് തിരിക്കുക. അപ്പം നേരത്തെ മാറിപ്പോയ ആ വൈറ്റ് ഗ്രീൻ ഓറഞ്ച് ക്യൂബ് അവിടെ തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് പിന്നെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തതൊന്നും മാറിയിട്ടുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടെ സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതെന്ത് മാറിപ്പോയെന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റെപ്പ് 2 പ്രാവശ്യം ചെയ്തു. സോൾവ് ആയിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്താൽ രണ്ടാമത് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ അൺസോൾവ്ഡ് അല്ലാതാണ് കിടക്കുന്നത്. ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും സോൾവ് ആവും. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. സോൾവ് ആയില്ല, ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. റൈറ്റ് അപ്പ് ചെയ്തു, 2 പ്രാവശ്യം ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിച്ചു, റൈറ്റ് ഡൗൺ ചെയ്തു, ടോപ്പ് 2 പ്രാവശ്യം റൈറ്റിലേക്ക്, ഒരു പ്രാവശ്യം റൈറ്റിലേക്ക് തിരിച്ചു, റൈറ്റ് ഫേസ് ഒന്ന് അപ്പ് ചെയ്തു, ടോപ്പ് ഒന്നും കൂടെ റിവേഴ്സ് ചെയ്തു, അതായത് റൈറ്റിലേക്ക് തിരിച്ചു, റൈറ്റ് ഫേസ് ഡൗൺ ചെയ്തു. ഇപ്പോൾ നോക്കുക, എല്ലാ ക്രോസായി, അതായത് യെല്ലോ നമ്മൾ ക്രോസായി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എല്ലാ ക്യൂബ്സും അതാത് സെൻറ്ററിൻ്റെ കളറുമായിട്ട് മാച്ചായി നിൽപ്പുണ്ട്. ഇനി ഒറ്റ സ്റ്റെപ്പും കൂടെ ചെയ്യാം നമുക്ക്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനി 2 സ്റ്റെപ്പും കൂടെ ഉള്ളൂ ഇത് സോൾവ് ചെയ്യാൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, ഇവിടെ ഈ ഒരു ക്യൂബ് മാത്രമേ ഇവിടെ സോൾവ് ആയിട്ടുള്ളൂ, കോർണർ ക്യൂബ്സ്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ കോർണർ ക്യൂബ്സ് ആണ് സോൾവ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, റെഡ്, യെല്ലോ, ഗ്രീൻ, അത് മൂന്നുമായിട്ട് അതിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ചായി വരുന്ന കളറുള്ള ക്യൂബ്സ് ഒരെണ്ണം ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കുക, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ ആണോ ഇവിടെ ഉള്ളത്? അല്ല, ഗ്രീൻ, ബ്ലൂ, ഓറഞ്ചാണ് ഇവിടെ ഉള്ളത്. ബ്ലൂ, ഓറഞ്ച്, യെല്ലോ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ മാച്ചായി വരേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്ലൂവിന് പകരം ഗ്രീൻ ആയിരുന്നെങ്കിൽ, അതായത് ക്യൂബ് ട്വിസ്റ്റഡ് ആണെങ്കിലും ആക്ച്വലി വരേണ്ട കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിലും കളറുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യൂബ് യഥാർത്ഥ പൊസിഷനിലാണുള്ളതെന്ന് നമുക്ക് പറയാം. ഇപ്പം ഇവിടെ നോക്കുമ്പം ഓറഞ്ച്, ബ്ലൂ, യെല്ലോ അല്ല ഈ ക്യൂബ്, റെഡ്, ബ്ലൂ, യെല്ലോയാ. അപ്പോൾ ഇത് ഇവിടെ വരേണ്ടതല്ല, നേരത്തെ കണ്ട ക്യൂബും അവിടെ വരേണ്ടതല്ല. ഇവിടെ വരേണ്ടത് ബ്ലൂ, റെഡ്, യെല്ലോ, ആ ക്യൂബ് അല്ല ഇവിടെ വന്നേക്ക്. ഇനിയിപ്പോൾ ട്വിസ്റ്റഡ് ആയിട്ടാണെങ്കിലും അത് ഓക്കെയാണ്, പക്ഷെ ആ ക്യൂബ് അല്ല ഇവിടെ വരേണ്ടത്. അപ്പോൾ നമുക്ക് ആകെ സോൾഡ് ആയിട്ടുള്ള കോർണർ റെഡ്, ഗ്രീൻ, യെല്ലോ ഈ കോർണർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സോൾഡ് ആയിട്ടുള്ള കോർണർ നമ്മൾ റൈറ്റ് സൈഡിൽ പിടിക്കുക, എന്നിട്ട് ലെഫ്റ്റ് ഫേസ് ഒന്ന് അപ്പ് ചെയ്യുക, ടോപ്പ് ഫേസ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ഫേസ് ഒന്ന് അപ്പ് ചെയ്യുക, ടോപ്പ് ഫേസ് പിന്നെയും റിവേഴ്സ് ചെയ്യുക, അതായത് റൈറ്റിലേക്ക് തിരിക്കുക. ആദ്യം ചെയ്തത് ലെഫ്റ്റ് ഫേസ് അപ്പായിരുന്നു, അപ്പോൾ ലെഫ്റ്റ് ഫേസ് ഡൗൺ ചെയ്തു. ഇനി ടോപ്പ് ഫേസ് റൈറ്റിലേക്ക് തിരിച്ച രീതിയിലായിരിക്കുന്നത്, അത് നമ്മൾ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്തു, അതായത് ലെഫ്റ്റിലേക്ക് തിരിച്ചു. എന്നിട്ട് ആദ്യം രണ്ടാമത് ചെയ്തത് റൈറ്റ് ഫേസ് അപ്പായിരുന്നു, അത് നമ്മൾ റൈറ്റ് ഫേസ് ഡൗൺ ചെയ്തു. അതായത് നമ്മൾ എല്ലാ പ്രോസസ്സും നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓർഡറിലല്ലെന്ന് മാത്രം. എന്നിട്ട് നമ്മളിപ്പം ഈ സോൾഡ് ആയ ക്യൂസ് മാറിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ടോപ്പ് ഒന്ന് തിരിച്ചിട്ട് സോൾഡ് ആയ രീതിയിൽ തന്നെ കൊണ്ടുവച്ചാൽ എല്ലാ സെൻറ്റേഴ്സും മാച്ചായി വരുന്ന രീതി വരും. എന്നിട്ട് നമ്മൾ കോർണേഴ്സ് നോക്കുക, ഇവിടെ ഓറഞ്ച്, ബ്ലൂ, ഇവിടെ റെഡ്, ബ്ലൂ ആ വരേണ്ടത്, അത് വന്നിട്ടില്ല. ഓൾറെഡി സോൾവ് ആയിരുന്ന റെഡ്, ഗ്രീൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്കത് സോൾവ് ആയി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ചെയ്യുക.
റൈറ്റ് അപ്പ്, ടോപ്പ് ഒന്ന് ലെഫ്റ്റ്, ലെഫ്റ്റ് അപ്പ് ചെയ്യുക, ടോപ്പ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ഒന്ന് അപ്പ് ചെയ്യുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, ലെഫ്റ്റ് ഡൗൺ ചെയ്യുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് റൈറ്റും ഡൗൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ മാച്ചിങ് പൊസിഷനിലേക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് അതാ ഇവിടെ റെഡ് ഗ്രീൻ യെല്ലോ സോൾവ് ആയിട്ടുണ്ട്. അതായത് ട്വിസ്റ്റഡ് പോലും അല്ല, കറക്റ്റ് സോൾവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓറഞ്ച് ഗ്രീൻ യെല്ലോ സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പം ഓറഞ്ച് ബ്ലൂ ഇവിടെ ഉണ്ട്, യെല്ലോ ഇവിടെ ഉണ്ട്. ഈ ക്യൂബ് ഇവിടെ തന്നെ വരേണ്ടതാണ്, കോർണർ ക്യൂബ്. പക്ഷേ അത് സോൾവ് ആയിട്ടല്ല ഇരിക്കുന്നത്, ട്വിസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലൂ റെഡ് കോർണർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, പക്ഷേ അത് ട്വിസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഏകദേശം സോൾവ് ആയി. ലാസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഇതിനുള്ളൂ, എന്ന് വെച്ചാൽ ഈ ക്യൂബ്സ് ട്വിസ്റ്റഡ് ആയിട്ട് തിരിച്ച് കൊണ്ടുവെക്കുക എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് കേസിൽ പഠിച്ചായിരുന്നു, ആദ്യത്തെ ലെയർ സോൾവ് ചെയ്യുമ്പം ഏതൊരു ക്യൂബും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്യൂബ് അവിടെ തന്നെ ഇട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഏത് സ്റ്റെപ്പാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഒന്നുകിൽ റൈറ്റ് ഹാൻഡ് അൽഗോരിതം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം റിപ്പീറ്റ് ആയി ചെയ്യുക. ഇവിടെ ലാസ്റ്റ് ഈ പോർഷനിൽ നമുക്ക് ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എവിടെയാണോ പിടിച്ചിരിക്കുന്നത്, അതായത് വൈറ്റ് ബോട്ടം ലെയറും യെല്ലോ ടോപ്പ് ലെയറുമാണ്, നമ്മളത് ജസ്റ്റ് ഓപ്പോസിറ്റ് പിടിക്കുക, വൈറ്റ് ടോപ്പാക്കി പിടിക്കുക. ഇത് നമ്മൾ ബോട്ടം നോക്കുക. ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്യൂബിൻ്റെ അതായത് ഒരു പോർഷൻ, അതായത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യൂബ് വലത്തെ സൈഡിൽ വരുന്ന രീതിയിൽ പിടിക്കുക. അതായത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്യൂബ് നമ്മൾ താഴെ പിടിച്ചു. എന്നിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ട്വിസ്റ്റഡ് ക്യൂബും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ പൊസിഷനിൽ വേണം വരാൻ. ഇവിടെ വന്നുകൂടാ. ഇവിടെ വന്നാൽ നമ്മൾ ക്യൂബ് ഒന്നുകൂടി ഇങ്ങനെ തിരിച്ച് പിടിച്ചാൽ, അതായത് നമുക്ക് ക്യൂബ് ഓരോ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് സോൾവ് ചെയ്തിട്ട് ബോട്ടം ലെയർ ഒന്ന് തിരിച്ച് അടുത്ത സോൾവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സോൾവ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ പിടിക്കുന്ന സോൾവ്ഡ് ലെയറിൻ്റെ അപ്പുറത്തെ, അതായത് അടുത്ത സെക്ഷൻ ആയിരിക്കണം. നമ്മൾ റൈറ്റിലോട്ട് തിരിക്കും തോറും സോൾവ് ആകാനുള്ള ക്യൂബ്സ് വേണം നമ്മുടെ കയ്യിലോട്ട് വരാൻ. ആ രീതിയിൽ പിടിക്കുക. ഇപ്പോൾ അത് യെല്ലോ ആയിട്ടുള്ള നമ്മൾ ബോട്ടം ലെയറാക്കി പിടിച്ചു, വൈറ്റ് ടോപ്പും ആക്കി. ഈ രണ്ട് ക്യൂബ്സ് സോൾവ് ചെയ്യാനുണ്ട്. ഈ സോൾവ് ആകേണ്ട ക്യൂബിൻ്റെ ആ പൊസിഷനിൽ പിടിച്ചിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തു. എത്ര വരെ ചെയ്യണം? ഈ യെല്ലോ ക്യൂബ് താഴെ സോൾവ് ആയി വരുന്ന വരെ ചെയ്യണം. ഒന്നുകൂടെ ചെയ്തു. അത് ട്വിസ്റ്റഡായി വന്നിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള ലെയറൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്നുകൂടെ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തു, ഒന്നുകൂടെ ചെയ്തു. ഇപ്പോൾ അത് ആ ക്യൂബ് ഇവിടെ സോൾവ് ആയി വന്നു. ബ്ലൂ, ഓറഞ്ച്, യെല്ലോ. പക്ഷേ ബാക്കി കുറച്ച് ക്യൂബ്സ് തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക, അതിന് കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക് റെഡി ആയിക്കോളും. എന്നിട്ട് നമ്മൾ അടുത്ത സോൾവ് ചെയ്യേണ്ട ക്യൂബ് തിരിക്കാതെ അതിൻ്റെ ബോട്ടം ലെയർ മാത്രം കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവെക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ഒന്നുകൂടെ ചെയ്യുക. 2 പ്രാവശ്യം ചെയ്തു ഞാനിപ്പം. ആ ക്യൂബ് സോൾവ് ആയി വന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ലാസ്റ്റ് പാർട്ട് ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ചെറിയ സ്റ്റെപ്സേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 3 പാർട്ടായിട്ട് നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.